ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ രംഗക്കള. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ റെട്രോ സിനിമ എന്തെന്ന് ചോദിച്ചാൽ എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ഒരു മീൻസ് പടത്തിൽ ഫൈറ്റ് ഉണ്ട്, ഇമോഷണൽ ആയുള്ള സീനുകളുണ്ടോ, ഇമോഷണൽ ആയുള്ള സീനുകളുണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം അടിപൊളിയായിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ക്യാമറ വർക്ക് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും. പക്ഷേ എന്തോ ഇമ്പാക്റ്റിങ് ആ പഞ്ച് ഇല്ലാതെ പോയി. എന്താണ് ഒരു ലൈഫ് ഇല്ലാത്ത പോലെ മൊത്തത്തിൽ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ സ്പോയിലർ വാണിങ്. ഓക്കെ. സോ കണ്ണടച്ച് കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയും നമ്മുടെ ജിഗർതണ്ഡ ഡബിൾ എക്സും സെയിം സ്റ്റോറിയാണ്. മീൻസ് അതിലെ സിനിമയും റെട്രോയിലെ റൊമാൻസും രണ്ടും ഒഴിവാക്കിയാൽ രണ്ടിൻ്റെയും കഥ സെയിമാണ്. പക്ഷേ രണ്ടിൻ്റെ കഥ സെയിം ആണെങ്കിലും ക്യാരക്ടേഴ്സും സെയിം ആണ്. ഇതിൽ വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡബിൾ എക്സിൽ രാഘവൻ ലോറൻസ് അഭിനയിച്ച സീസർ എന്ന ക്യാരക്ടറും ഇതിലെ പാരിവേൽ എന്ന സൂര്യയുടെ ക്യാരക്ടറും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. മീൻസ് അവർ ക്രിമിനൽസ് ആണ് ഓൾറെഡി. കുറേ പേരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ടോർച്ചർ ചെയ്തിട്ടുണ്ട്, മർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയധികം ക്രൈംസ് ചെയ്തു വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓക്കെ, അവർക്ക് ബോധോദയം ഉണ്ടാവുന്നു, ദൈവത്തിൻ്റെ വിളി വരുന്നു, അതൊക്കെ സംഭവിച്ചു. പക്ഷേ മറ്റേ ഡബിൾ എക്സിൽ ആ ക്യാരക്ടറിന് ഓക്കെ, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്, എല്ലാവർക്കും മനസ്സിലായി, ആള് നല്ല വേദിക്ക് പോകുമ്പോൾ ആൾ അതുവരെ ചെയ്ത ക്രൈംസും ക്രിമിനൽ ആക്ടിവിറ്റീസും അത് നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ജസ്റ്റിസ് ഇല്ല. സോ ആ ക്യാരക്ടർ എന്താ ചെയ്തത്, ആ ക്യാരക്ടറിന് അതിനൊരു ഫോർഗീവ്നെസ്സോ ജസ്റ്റിസോ കിട്ടണമെങ്കിൽ ആ ക്യാരക്ടർ അവിടെ സ്വയമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നായിരുന്നു. സോ ആ ക്യാരക്ടറിൻ്റെ ആ ഡെത്തിനൊരു മീനിങ് ഉണ്ട്. പക്ഷെ ഇവിടെ സഡനായിട്ട് ഓക്കെ, ഞാൻ എനിക്കിപ്പോൾ ഇങ്ങോട്ട് ദേഷ്യം വരുന്നില്ല, ഓക്കെ ദൈവം വിളികാരനാണ്, ഓക്കെ സംഭവിച്ചു. പക്ഷെ അത്ര നാൾ ആൾ ഹേർട്ട് ചെയ്തതും ആ ക്യാരക്ടേഴ്സിനുള്ള ജസ്റ്റിസ് എനിക്ക് ഭയങ്കര മീൻസ് മനസ്സിലായി. സൂര്യ ആയതുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഐ ഡിഡ് നോട്ട് ഫീൽ ദാറ്റ് ഗുഡ്. ഓക്കെ. സോ അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് മീൻസ് ഓക്കെ, ആ അമ്പലത്തിലെ, ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നെ ക്ഷമിക്കുക. ഓക്കെ. സോ ആ അമ്പലത്തിലെ ആ പൂജാരിയുടെ മേത്ത് ദൈവം കയറിയിട്ടല്ലേ പറഞ്ഞത്. മീൻസ് വയറ്റില് വേല ശൂലം അതിൻ്റെ പടമുള്ള ഒരു കുട്ടി ജനിക്കുക, അവനാണ് അത് കൊണ്ടു കൊടുക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അതിന് ശേഷം വന്ന എല്ലാ കുട്ടികളും മരിച്ചതും എല്ലാ ആൾക്കാരും ടോർച്ചർ അനുഭവിച്ചതും ആണുങ്ങളെ അച്ഛന്, അമ്മ, ഭർത്താവ്, മക്കള് ഇവരൊന്നും പിന്നെ അവിടുത്തെ ലേഡീസ് കാണാണ്ടായതോ. ഇതെല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ദൈവം അവിടുത്തെ പൂജാരിയുടെ ഉള്ളിൽ കയറി കൊണ്ടല്ലേ. അപ്പൊ അത് ദൈവം തന്നെയാണോ? മീൻസ് ദൈവം ചെയ്ത കാര്യമാണോ? അത് ചെയ്തത് കൊണ്ടല്ലേ ഇത്രയും ആൾക്കാർ സഫർ ചെയ്തത്. അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കുറേ നാൾ മീൻസ് സഫറിങ് ഉണ്ടാവും, ഇല്ല എന്നല്ല. മീൻസ് ഓൾറെഡി അവരടിമകളെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും ടോർച്ചർ അവർ അനുഭവിക്കേണ്ടി വരും തോന്നുന്നില്ല എനിക്ക്. സോ എനിക്കറിയില്ല, അങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് കുറെ ഡൈജസ്റ്റ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറെ സിംഗിൾ ടേക്കുകളുണ്ട്, എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിലെ വെഡിങ് സീൻസ്. അത് സിംഗിൾ ടേക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഫുള്ളായിട്ട്. സോ അത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായും കൂടിയില്ല. എനിക്ക് ആ ഫൈറ്റ് സീൻ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സിംഗിൾ സീൻ ആണല്ലോ എന്നുള്ളത്. പിന്നെ ഭയങ്കര കൺഫ്യൂഷൻ. മീൻസ് ചില സീൻസ് വന്നിട്ട് അതിൻ്റെ അടുത്ത സീൻ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ, എന്താണെന്നറിയില്ല. മീൻസ് അതെനിക്ക് മനസ്സിലാവാണ്ടാണോ എന്താ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര കൺഫ്യൂസിങ് ആക്കുക. എന്താണ് ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് ആ ക്യാരക്ടറിനെ ഒട്ടും മനസ്സിലാക്കാനും പറ്റിയില്ല. പക്ഷെ ജയറാമേട്ടൻ ഈ പടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആളെ സത്യം പറയല, ഒരു അമേസിങ് ആക്ടറാണ് ആക്ച്വലി. മീൻസ് ഓരോരോ ക്യാരക്ടറും എന്തൊരു വ്യത്യാസമാണ്, വേറെ വേറെ ആളുടെ പോലെ ഫീൽ ചെയ്യുക. ഇതിലെ ക്യാരക്ടർ ലൈക്ക് എന്തൊരു ഗ്രേറ്റ് ആക്ടറാണ്, ആള് ലെജൻഡിന്, അത് പറയാനൊന്നുമില്ല. ബട്ട് ആള് കുറച്ചും കൂടിയും മെയിൻ റോളിലേക്ക് വന്ന മലയാളത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നല്ലതായിരിക്കും. ഓക്കെ. പൂജ ഹെഗ്ഡെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലയെന്നൊന്നുമല്ല, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മൊത്തം സ്റ്റോറിയിൽ അതൊരു ഒഴുക്കില്ലാണ്ടായപ്പോൾ അത് മൊത്തത്തിലൊരു സുഖം ഇല്ലാണ്ടായിപ്പോയി. ആ ക്യാരക്ടറിന് എവിടെ എന്ത് എന്നുള്ളത് ഓഡിയൻസിന് ഫീൽ ആവില്ലേ, ആ സംഭവം കിട്ടിയില്ല. പിന്നെ ചില സീനിൽ മേക്കപ്പ്
എന്താ പറയാ, ആ കളറില്ല, നമുക്ക് മനസ്സിലായിണ്ടാവും ആ കളറ് കൊടുത്തിട്ടുള്ളത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ചില സീനിൽ അത് ഭയങ്കര ഓവറായിട്ടും ചില സീനിൽ ഭയങ്കര കുറഞ്ഞും ഒരു കണ്ടിന്യൂറ്റി ഇല്ലായ്മ. സൂര്യ എല്ലാം പറയുമ്പോഴും ഈ പടത്തിലും അതെ, സൂര്യ 100% അളവ് കൊടുത്തിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും അഭിനയാണെങ്കിലും ലുക്ക് ആണെങ്കിലും ആള് ഹാർഡ് വർക്കിംഗ് ആക്ടറാണ്. പക്ഷെ കാണുമ്പോൾ വിഷമാവസ്റ്റു, ഇത്രയും നല്ലൊരു ആക്ടർ എന്താ ചെയ്യാലേ. സോ ബട്ട് യാ, ഈസ് എ ഗ്രേറ്റ് ആക്ടർ മാൻ. ആൾക്ക് സക്സസ് വരണം, പക്ഷെ കുറച്ചുകൂടി നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യായിരുന്നു. പിന്നെ കാർത്തിക് സുബരാജ് മഹാന് ശേഷം പിന്നെടുത്ത എല്ലാ സിനിമയും ഒരേപോലെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് സ്റ്റോറി വൈസ് ആണെങ്കിലും ഒരു ഒരു റിപ്പീറ്റേഷൻ, ഭയങ്കര റിപ്പീറ്റേഷൻ വരുന്നത്. ആളുടെ ഒരു റോ എൻഡിങ്ങോ അല്ലെങ്കിൽ ഗ്രേഷഡ് ക്യാരക്ടേഴ്സോ, ആളുടെ ഇപ്പോഴത്തെ പടങ്ങൾ ശ്രദ്ധിച്ചറിയാം, എല്ലാ ക്യാരക്ടേഴ്സും ലാസ്റ്റ് ആകുമ്പോൾ വൈറ്റിലേക്കാണ് മാറുന്നത്. പക്ഷെ മുമ്പൊക്കെ ആളുടെ ക്യാരക്ടേഴ്സ് എപ്പോഴും ഗ്രേയില നിൽക്കുക. ആ ചേഞ്ച് ആള് ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഓഡിയൻസ് ആയിട്ട് കണക്ട് ആയില്ലേ, ഓഡിയൻസ് അല്ല, എനിക്ക് പേഴ്സണലി കണക്ട് ആയി. അതല്ലാതെ സിനിമാട്ടോഗ്രാഫിക്കോ ആക്ടിങ്ങിനോ ആക്ടേഴ്സിനോ ഒന്നിനൊരു പ്രശ്നമുണ്ടെന്നല്ല, മ്യൂസിക്കോ ഒന്നും പ്രശ്നമുണ്ടെന്നല്ല. പക്ഷെ അവിടെ സ്ക്രീനിൽ കൊടുക്കുന്ന ബിൽഡപ്പും മ്യൂസിക്കും അതിനുള്ളത് ഓഡിയൻസ് ആയിട്ടുള്ള നമുക്ക് ഫീൽ ആവുന്നില്ല. പിന്നെ ഒരു കല്യാണ സീനുണ്ട്, ആ സീനിലേക്ക് നമ്മുടെ ജോർജ് ജോർജ് ഒരു കത്തിയിട്ട് വരുന്നുണ്ട്. ആ കത്തി കണ്ടറിയാം അത് കാർബോർഡ് കത്തിയാന്ന്, അല്ലെങ്കിൽ അതൊരു CGI കത്തിയാണ്. സോ പിന്നെ ഒരു ആഫ്രിക്കൻസ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. എന്തൊരു ബോസ് അഭിനയായിരുന്നു അവരുടെ. അയ്യോ, ഡയലോഗ് ഡെലിവറി ലിപ്സിംഗ് ഒക്കെ അന്തവഴി പോട്ടെ, അഭിനയം അട്ടർ വേസ്റ്റ്. അവരെ പകരം ബട്ട് യാ, സൂര്യ നല്ല സ്ക്രിപ്റ്റ് എടുക്കൂ. ഹാർഡ് വർക്ക് നിർത്തേണ്ട ആവശ്യമില്ല. മീൻസ് യു ആർ ഹാർഡ് വർക്കിംഗ് ആക്ടർ, സോ യു ഡോണ്ട് നീഡ് ടു സ്റ്റോപ്പ് ദാറ്റ്. പക്ഷെ നല്ല സ്ക്രിപ്റ്റിൽ ഹാർഡ് വർക്ക് എടുക്കൂ. സോ യാ, അത്രയും പറയാനുള്ളൂ. യാ, താങ്ക് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.